ലൈംഗിക പീഡന കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മത്സരിക്കുന്നത് തള്ളാതെ രാഹുലും മുതിർന്ന കോൺഗ്രസ് നേതാക്കളും. PJ കുര്യൻ രാഹുൽ അർഹൻ എന്ന് പറഞ്ഞപ്പോൾ KC വേണുഗോപാലും അടൂർ പ്രകാശും പാർട്ടിക്ക് പുറത്തായ രാഹുൽ മത്സരിക്കില്ലെന്ന് പറയാൻ തയ്യാറായിട്ടുമില്ല. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വ വാർത്തയുടെ വിയോജിപ്പ് K മുരളീധരന് മാത്രമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. എന്നാൽ പാർട്ടിയിലില്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുമോ എന്ന് ചോദിച്ചാൽ നേതാക്കൾക്ക് വ്യക്തമായ മറുപടിയില്ല. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത്തരം കാര്യങ്ങളൊന്നും നിങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യാൻ നോക്കണ്ട. ഇത്തരം കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാവും. നിങ്ങൾക്ക് സ്ഥാനാർത്ഥി നിർണയം കഴിയുമ്പോൾ മനസ്സിലാവുമല്ലോ. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ വളരെ മുതിർന്ന നേതാക്കന്മാരാണ്. ആ മുതിർന്ന നേതാക്കന്മാർ എന്നുള്ള നിലയിൽ അവരൊക്കെ അഭിപ്രായങ്ങൾ പലതും പറയാറുണ്ട്. ആ അഭിപ്രായങ്ങൾ എന്തൊക്കെ എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഇപ്പോൾ മറുപടി ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ അത് ഞങ്ങൾ കൂട്ടായി ആലോചിച്ചുകൊണ്ട് ഞങ്ങളുടെ കമ്മിറ്റികൾ, അതുപോലെ മുതിർന്ന നേതാക്കന്മാർ, അങ്ങനെയുള്ള ആളുകൾ ആലോചിച്ചുകൊണ്ട് എന്താണെന്ന് തീരുമാനമെടുക്കേണ്ടതെന്നതിനെക്കുറിച്ച് ഞങ്ങൾ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നുണ്ട്. അദ്ദേഹം പാർട്ടിയില്ലല്ലോ, പിന്നെ എങ്ങനെ അദ്ദേഹത്തെ അവിടെ ഈ ചർച്ച അനാവശ്യമാണ്. കോൺഗ്രസ് പാർട്ടിയുടെ MLA മാർ മഹാഭൂരിപക്ഷവും മത്സരിക്കുമെന്ന് പറയുമ്പോൾ മാങ്കൂട്ടത്തിലും കോൺഗ്രസ് MLA അല്ല, പിന്നെ എന്തിനാ അദ്ദേഹത്തിൻ്റെ വിഷയം ചർച്ച ചെയ്യുന്നതിന്? പാർട്ടിക്ക് പുറത്തുള്ള ഒരാളുടെ വിഷയം ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ട്. മുതിർന്ന നേതാവ് PJ കുര്യൻ രാഹുൽ പാലക്കാട് മത്സരിക്കാൻ അർഹനെന്നാണ് വ്യക്തമാക്കിയത്. തന്റെ സ്ഥാനാർത്ഥിത്വം രാഹുൽ മാങ്കൂട്ടത്തിലും നിഷേധിച്ചില്ല. ഞാനിപ്പോൾ നിലവിൽ നിയമസഭാ സാമാജികനാണല്ലോ, അടുത്ത തെരഞ്ഞെടുപ്പായിട്ടില്ല, നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, ഇനി എത്രയോ കാര്യങ്ങളുണ്ട്. നമുക്ക് അത്രയും സർട്ടനായിട്ട് നാളത്തെ കാര്യത്തെപ്പറ്റി ഇപ്പോൾ ഉറപ്പ് പറയാൻ കഴിയുന്ന ആളുകളല്ലോ നമ്മളാരും. രാഹുലിനെ തള്ളിപ്പറഞ്ഞത് നിലവിൽ K മുരളീധരൻ മാത്രമാണ്. പാർട്ടിക്ക് പുറത്തായ രാഹുലിനെ തള്ളിപ്പറയാൻ AICC സെക്രട്ടറിയും UDF കൺവീനറും ഇപ്പോഴും തയ്യാറല്ല. പാലക്കാട് MLA പുറത്താക്കിയത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ നാടകം മാത്രമാണെന്ന വിമർശനം ശരിവെക്കുന്നതാണ് ഇരു നേതാക്കളുടെയും ഇപ്പോഴത്തെ നിലപാട്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.